നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടിട്ട് ടോപ്പിക്, അതായത് ഈ ഒരു മീൻസ് ഈ ഒരു ബൈബാക്ക് ഓഫ് ഷെയർ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷെയറുമായി ബന്ധപ്പെട്ട് റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, അതിനുശേഷം നമ്മൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അതേ മൊഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയാം നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആ ചാപ്റ്ററുകളിൽ നമ്മൾ എന്താണ് സെക്യൂരിറ്റീസിലുള്ള ഇക്വിറ്റി ഷെയർസ് ഒഴികെ ബാക്കി എല്ലാ സെക്യൂരിറ്റീസും നമ്മൾ നോക്കി അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആണെങ്കിൽ അതെന്താണ്, അത് ബോറോയിങ് മണിയാണ്, ഔട്ട്സൈഡറുടെ പണമാണ് അല്ലെ. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ആണ്. അത് കഴിഞ്ഞിട്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബൈബാക്ക് ഓഫ് സോറി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ ഇക്വിറ്റി ഷെയർസിന്റെ കേസിൽ, ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, ഒരു കമ്പനിയുടെ മേജർ അല്ലെങ്കിൽ മെയിൻ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരാണ് കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കയ്യിൽ നിന്നും, അതായത് കമ്പനി ഓൾറെഡി ഇഷ്യൂ നടത്തിയിട്ടുള്ള ഇക്വിറ്റി ഇഷ്യൂ നടത്തി അത് വാങ്ങിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഷെയർ കമ്പനി തിരിച്ചു വാങ്ങുന്നതിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട് ബൈ ബാക്ക് അല്ലെ, തിരിച്ചു വാങ്ങുക. അപ്പൊ ഷെയർ ഓൾറെഡി ഇഷ്യൂ നടത്തിയിട്ടുള്ള ഷെയർ, ഇക്വിറ്റി ഷെയർ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു ഒരുപാട് കൺട്രീസിലും അതുപോലെ നമ്മുടെ രാജ്യം അടക്കം എന്താണ് കുറെ കാലം ഈ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായത്തിന് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നിയമപരമായിട്ട് അതിന് ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ലൊരു ബിസിനസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പണം ഉപയോഗിച്ച് കമ്പനി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ച് കമ്പനി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ഈ കമ്പനിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തോന്നുകയാണ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ഇത് നമ്മുടെ സ്വന്തം തന്നെ ആക്കിയാലോ എന്നൊരു തോന്നലുണ്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നിയമപരമായിട്ട് അതിന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒരുപാട് കാലഘട്ടമായിട്ട് നിയമപരമായിട്ട് അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ ഈ അടുത്ത് വന്നിട്ടുള്ള പുതിയ കമ്പനീസ് ആക്ട് 2013, 2013 പുതിയ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് ബൈബാക്ക് ചെയ്യുന്നതിന് ഇന്ന് നിയമപരമായിട്ടുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട്. സെക്ഷൻ 68, 69, 70 ഒക്കെ ഈ ബൈബാക്ക് ഓഫ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇപ്പൊ ബൈബാക്ക് എന്ന് പറയുന്നത് കമ്പനി ഷെയർ തിരിച്ചു വാങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കി, ഇതിനകത്ത് നോക്കി, വൺ ഓഫ് ദ ഫസ്റ്റ് കമ്പനീസ് ടു ഓഫർ ബൈബാക്ക് ഓഫ് ഷെയർ ഇൻ ഇന്ത്യ ഇൻ ഒക്ടോബർ 2000 വാസ് ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ലേറ്റർ മെനി എംഎൻസിസ് ഓപ്റ്റഡ് ഫോർ ദിസ് മെത്തേഡ് ടു റീസ്ട്രക്ചർ ക്യാപിറ്റൽ അവെയിൽ അതർ ബെനിഫിറ്റ്. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്പ്രദായം ആരംഭിക്കുന്നത് ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്ന് മാത്രം. നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണമെന്നില്ല. ഇനി ഇതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് നോക്കൂ. ബൈബാക്ക് ഈസ് എ റിവേഴ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസ് നടന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ബൈബാക്ക്. അതിന്റെ റിവേഴ്സ് ആണ് ബൈബാക്ക് എന്ന് പറയുന്നത് അല്ലെ. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പണം കളക്ട് ചെയ്യുന്നതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. പബ്ലിക്കിന് ഷെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ബൈബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഷെയർ തിരിച്ചു വാങ്ങിയിട്ട് പബ്ലിക്കിന് പണം കൊടുക്കുകയാണ്. ഇത് പബ്ലിക് കമ്പനിക്ക് പണം തരുന്നു, അവർ ഷെയർ വാങ്ങും. ഓക്കെ. ഇതെന്ത് ചെയ്യുന്നു, ബൈബാക്ക് ആകുമ്പോൾ എന്താണ്, ബൈബാക്കിന്റെ കേസിൽ കമ്പനി പബ്ലിക്കിന് പണം കൊടുക്കുന്നു, ഷെയർ തിരിച്ചു വാങ്ങുന്നു. ഓക്കെ. അതാണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ നേരെ റിവേഴ്സ് ആണ് എന്ത്, ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. നോക്കൂ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. അതായത് ആ കമ്പനിയുടെ ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ ചെയ്യുക. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ക്യാപിറ്റലിനെ കുറിച്ച് എഴുതുക. അപ്പൊ ആ ക്യാപിറ്റലിനെ റീസ്ട്രക്ചറിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ബൈബാക്ക് എന്ന് പറയുന്നത്. ക്യാപിറ്റൽസിന്റെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ് ഇവിടെ കുറയാണ് ചെയ്യുന്നത് ഈ കാരണത്തെ നമ്മൾ തിരിച്ചു വാങ്ങുമ്പോൾ. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് പ്രോസസ് ആണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് അലോ എ കമ്പനി ടു ബൈബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് വിച്ച് വർ ഇഷ്യൂഡ് ബൈ ഇറ്റ് ഏർലിയർ. അപ്പോൾ ബൈബാക്കിലൂടെ എന്താ ചെയ്യുന്നത്, നേരത്തെ കമ്പനി ഇഷ്യൂ നടത്തിയിട്ടുള്ള കമ്പനിയുടെ ഷെയർ എന്താ ചെയ്യാണ്, തിരിച്ചു വാങ്ങുകയാണ്. ഓക്കെ. ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് കമ്പനി ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു മെത്തഡാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ആ ഇഷ്യൂ ഓൾറെഡി ഞാൻ പറഞ്ഞു, തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ആ ഷെയർ ക്യാപിറ്റൽ ഇനി ഇല്ലാതാക്കുകയാണല്ലോ. ഓക്കെ. അപ്പോൾ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്താണ്, ക്യാൻസൽ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷന് അത് കാരണമാകുന്നു.
ഓക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ മീനിങ് ഡെഫിനിഷനുള്ള ഏരിയയിൽ പറയുന്നത്. ഇനി എന്താണ് ബൈബാക്ക് കൊണ്ട് കമ്പനി ലക്ഷ്യം വെക്കുന്നത്? നോക്കൂ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക്. ഒരു 8 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് റീസൺ ആൻഡ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്കിൽ പറയുന്ന പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസൺ ആൻഡ് ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ആ രണ്ടും രണ്ട് രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ രണ്ടും ഒരേ കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരേ സെന്റൻസിനെ വേറെ വേറെ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് തന്നെയാണ് ഈ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ എന്ത് അതിന് നമ്മളൊരു ബൈബാക്ക് നടത്തുന്നതിന്റെ കാരണം, അല്ലെ, റീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയല്ല അതിന്റെ ബെനിഫിറ്റ്. അത്തരം ലക്ഷ്യങ്ങൾ നേടുക എന്ന് പറഞ്ഞത് അത് നമ്മുടെ ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടല്ല ആ ലക്ഷ്യങ്ങൾ നമ്മൾ നേടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ 8 ഈ 9 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അതിന്റെ താഴെ വരുന്ന റീസണും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും നിങ്ങൾ അതേപോലെ പോയിന്റ്സ് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഏതാണ് ഓർമ്മയുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാവുന്നതാണ്. നോ പ്രോബ്ലം. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ് ഏകദേശം എന്ന് അർത്ഥം. അപ്പൊ നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഷെയർസ് ആർ ആസ് ഫോളോസ്. ഒന്ന്, ടു ഇംപ്രൂവ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ. അതായത് ഒരു ഒരു കമ്പനിയിൽ 1000 ഷെയർ ഹോൾഡർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്താണ് കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കൂടുതൽ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരു 1000 ഷെയർ ഹോൾഡേഴ്സ് ബൈബാക്കിന് മുമ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം കമ്പനിക്ക് 1000 രൂപ ലാഭം ഉണ്ടെങ്കിൽ ഓരോ ഷെയർ ഹോൾഡർക്ക് എത്ര രൂപ കിട്ടുക? 1 രൂപയാണ് കിട്ടുക. അപ്പൊ കമ്പനി ബൈബാക്ക് ഒരു 500 ഷെയർ ഹോൾഡറിനെ എന്ത് ചെയ്തു? കമ്പനി ബൈബാക്ക് നടത്തി തിരിച്ചു വാങ്ങി. അപ്പൊ ഇപ്പൊ കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടാവുള്ളൂ? 500 ഷെയറല്ലേ ഉണ്ടാവുള്ളൂ. 500 ഷെയർ തിരിച്ചു വാങ്ങിയ ബാക്കി 500 ഷെയറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം സെയിം 1000 രൂപ തന്നെയാണ് ലാഭമെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപ കിട്ടും ഇവിടെ? 2 രൂപ കിട്ടും, അല്ലെ? അപ്പം ഒരു ഷെയർ ഹോൾഡർക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്താണ്? ഇവിടെ കൂടാൻ ഇടയാക്കും എന്നാണ് പറയുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇവിടെ എന്താണ്? കൂടും. അത് ക്യാപിറ്റലിന്റെ മുകളിൽ ഉള്ള പെർസെന്റേജ് ഓഫ് റിട്ടേൺ എന്താണ്? കൂടുതലുണ്ട്. എത്രയാണ് ക്യാപിറ്റൽ കുറയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. 500 ക്യാപിറ്റൽ ആകുന്നു, അല്ലെ? അപ്പൊ കിട്ടുന്ന പ്രോഫിറ്റിന് യാതൊരു വിധ മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ആകുന്ന കേസിൽ എന്താണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കമ്പനിയുടെ സർപ്ലസ് എമൗണ്ട് എന്ത് ചെയ്യുക, തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈബാക്ക് നടത്തുന്നതെന്ന് പറയാം ഒരർത്ഥത്തിൽ. കാരണം എന്താണ്? ഒരുപാട് ലാഭം ഉണ്ടാകുമ്പോൾ ഒരു 1000 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു എന്താണ് 1000 ഷെയറിൽ ഒരു ചിലപ്പോൾ ഒരു 200 ഷെയർ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ക്യാഷ് ആയിട്ട് നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ. അപ്പം അതൊരു കാര്യമായിട്ട് പറയാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. ദെൻ ടു ഇൻക്രീസ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. അതുപോലെ തന്നെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ്, ഇപ്പൊ നിലവിലുള്ള ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടാൻ ഇടയാക്കും. എങ്ങനെ കൂടാൻ ഇടയാക്കുക? കാരണം ബൈബാക്ക് നടക്കുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ എന്താണ്? ആ കമ്പനി അവരോട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ തിരിച്ചു വാങ്ങണമെങ്കിൽ ആ കമ്പനിയുടെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ കമ്പനി നല്ല ഹൈ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാകുമ്പോഴല്ലേ കമ്പനി ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മുതിരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് പബ്ലിക്കിനിടയിൽ ഉണ്ടാകുമ്പോൾ ആ കമ്പനിയുടെ ഷെയറിനും എന്തുണ്ടാവും? വില കൂടാൻ ഇടയാക്കും. ഓക്കെ, നമുക്കറിയാലോ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്പെക്കുലേറ്റീവ് മാർക്കറ്റാണ്. ഊഹക്കച്ചവടമാണ് അവിടെ നടക്കുന്നത്, അല്ലെ? നാളെ കൂടും കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഷെയറുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിന് എന്താണ് ഷെയറിന്റെ ആ ഒരു ഊഹം, ആ ഒരു പ്രഡിക്ഷൻ എന്തിന് ഇടയാക്കും? ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കാൻ ഇടയാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത് ടു ചേഞ്ച് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈബാക്ക് നടത്താം. ദെൻ ടു ഇൻക്രീസ് ദി EPS, ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിന് ലഭിക്കുന്ന ഏണിങ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ബൈബാക്ക് നടത്താം. ദെൻ ടു പ്രിവെന്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. അത് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു കമ്പനി എന്താണ് ഒരുപാട് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പനിക്ക് അറിയില്ലല്ലോ ഈ ഷെയർ ആരാണ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഒരു കമ്പനി ഇപ്പം എന്താണ് ഒരു വെറുതെ ഒരു അതിൽ പറയാണ്, ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഞാൻ വിചാരിക്കുകയാണ് റിലയൻസ് കമ്പനി എനിക്ക് സ്വന്തമാക്കണം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? റിലയൻസിന്റെ ഷെയർ വാങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഷെയർ ഇങ്ങനെ വാങ്ങാന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വാങ്ങി 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 ഞാൻ ഇപ്പോൾ റിലയൻസ് കൈവശം വെക്കുന്ന ആളിനേക്കാളും കൂടുതൽ ഷെയർ ഞാൻ അവരറിയാതെ എന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അങ്ങനെ, അതായത് കമ്പനിയുടെ മാനേജ്മെന്റ് ടീമിനെ എന്താണ് ഉം, ത- എന്താണ് അവരെ തള്ളിയിട്ട് പുതിയൊരു മാനേജ്മെന്റ് വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുമായിരിക്കും അങ്ങനത്തെ സന്ദർഭങ്ങൾ. അപ്പൊ അത്തരം എന്താണ് സന്ദർഭങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൈബാക്ക് ഓഫ് ഷെയർ നടത്താവുന്നതാണ്. കാരണം കമ്പനിയുടെ ഷെയർ കമ്പനിയുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ദെൻ ടു ഇംപ്രൂവ് ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ആഫ്റ്റർ ബൈബാക്ക്, ബൈബാക്കിന് ശേഷം കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു അച്ചീവ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു മാക്സിമം ലാഭം ഉണ്ടാക്കുന്ന ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട്. ദെൻ ടു സർവീസ് ദി ഇക്വിറ്റി മോർ എഫിഷ്യൻ്റ്ലി, കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇനി അതിന്റെ റീസൺ ആയിട്ടും അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടും പറയുന്നത്. നോക്കൂ, നമ്മൾ ഇവിടെ പഠിച്ചത് അതേ പറ്റൂ, ഇൻക്രീസ് ദി EPS. നോക്കൂ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി EPS. കണ്ടില്ലേ നിങ്ങൾ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ സെയിം പോയിന്റ്സുകൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ മതിയാകും. അപ്പോൾ റീസൺ ആൻഡ് ബെനിഫിറ്റ് ഓഫ് അഡ്വാൻറ്റേജസ് നോക്കൂ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി EPS. അപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് അവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇത് സഹായിക്കുന്നു എന്ന തരത്തിലാണ് എന്ത് ബെനിഫിറ്റ് ചെയ്യുന്നത്. എഴുതുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയെന്നുള്ളൂ അല്ലേ. അപ്പം ഒന്നാമത്തെ എന്താണ് അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദി EPS, ഏണിംഗ് പെർ ഷെയർ. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ ആണ്. ഇപ്പോൾ ഒരു ഷെയറിന്റെ ഏണിങ്സ് വർധന ഉണ്ടാക്കാൻ എന്ത് സഹായിക്കും, ഈ ബൈബാക്ക് സഹായിക്കും. ദെൻ ടു ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ വിൽ ഗോ അപ്പ്. ഷെയറിന്റെ മാർക്കറ്റ്, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പോയിന്റ്സ് പറഞ്ഞാണല്ലേ, ഷെയറിന്റെ മാർക്കറ്റ് വില ഉയരും. ദെൻ ഇറ്റ് ഹെൽപ്പ് ദ റിട്ടേൺ ടു ദി റിട്ടേൺ ദി സർപ്ലസ് ക്യാഷ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ നോക്കൂ, ഇവിടെ തന്നെ പറഞ്ഞു അല്ലേ, എവിടെതാ ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒബ്ജക്റ്റീവിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെ എവിടെ വരുന്നു, റീസൺസിൽ വരുന്നു അല്ലെങ്കിൽ അഡ്വാൻറ്റേജിൽ വരുന്നു. ദെൻ ഇറ്റ് ഇൻക്രീസ് ദി പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദി കമ്പനി. കമ്പനി രൂപീകരിച്ചിട്ടുള്ള ആളുകൾ ആരാണോ അവരുടെ ഹോൾഡിങ്സ് ഒന്നും പുറത്തേക്ക് ഇത് എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് റീസ്ട്രക്ചർ ദി ക്യാപിറ്റൽ ബേസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് റീസ്ട്രക്ചർ ചെയ്യാൻ സഹായിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു യൂട്ടിലൈസ് ദി ലിക്വിഡ് അസറ്റ് ടു എൻഹാൻസ് ദി വാല്യൂ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി കമ്പനിയിലുള്ള ലിക്വിഡ് അസറ്റുകൾ ഉപയോഗിക്കുന്നു, അതിന് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനുള്ള അവരുടെ പണം കമ്പനി നിക്ഷേപിച്ചതിനുള്ള ഒരു റിവാർഡ് ആണ് എന്ത് ഈ ബൈബാക്ക് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വിൽ ഇംപ്രൂവ് ദി കമ്പനീസ് ഇമേജ്. പബ്ലിക്കിനിടയിൽ കമ്പനീസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നു. കാരണം കമ്പനി നല്ല ലാഭത്തിലാവുന്ന ഒരു കമ്പനി മാത്രമേ ബൈബാക്കിന് മുതിരുകയുള്ളൂ. അതുകൊണ്ട് കമ്പനിയുടെ ലാഭം ഉള്ള കമ്പനിയാണെന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കുവാൻ എന്ത് സഹായിക്കും, ബൈബാക്ക് സഹായിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻറ്റേജസും ഒബ്ജക്റ്റീവ്സും സെയിം പോയിന്റ്സ് തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ച് എഴുതിയാൽ മതി. ഇനി ഡേഞ്ചേഴ്സ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 3 ഡേഞ്ചർ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്താണ്, ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ദിസ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻസൈഡേഴ്സ് ടു മേക്ക് എക്സ്ട്രാ മണി. അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ്ങിന് ഇടയാക്കും എന്ന് പറയുന്നത് കമ്പനിയുടെ എന്താണ് വരാൻ പോകുന്ന പോളിസീസ് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ഇപ്പൊ കമ്പനി ബൈബാക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇത്രയധികം ഷെയർ ഒരു ഇത്ര രൂപയ്ക്ക് ഒരു വലിയൊരു എമൗണ്ട് കൊടുത്ത് കമ്പനി തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും, ചിലപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള മാനേജ്മെന്റ് പെട്ട ടീം തന്നെ എന്ത് ചെയ്യും, കമ്പനിയുടെ ഷെയർ അവർ വാങ്ങി കൈവശം വെക്കും. ഓക്കെ, അവർ വാങ്ങി കൈവശം വെച്ചിട്ട് എന്ത് ചെയ്യും, കമ്പനി ബൈബാക്ക് നടത്തുമ്പോൾ ആ ഷെയർ തിരിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് വലിയൊരു ലാഭം ഉണ്ടാകാൻ ഇടയാക്കും. നമ്മളൊക്കെ ഈ ഷെയറുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ അല്ല, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിലൊക്കെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളൊക്കെ വരാൻ പോവുകയാണ്, ഒരു നാഷണൽ ഹൈവേ വരാൻ പോവുകയാണെന്ന് കാണുമ്പോൾ എന്താണ്, ഇപ്പൊ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ആളുകൾ വാങ്ങി വെക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ത്തിന് പൊന്നും വിലയായിരിക്കും എന്താണ് നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് ഗവൺമെന്റ് കയ്യിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മുൻകൂട്ടി ഇത് മനസ്സിലാക്കി വാങ്ങി വെക്കുക. അപ്പൊ അതേപോലെയുള്ള ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് രഹസ്യങ്ങൾ ചോർന്ന് കിട്ടിയിട്ട് എന്താണ് ഈ ബൈബാക്കിനോട് മൂലമുണ്ടാകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, പണം ഒരു കൂടുതൽ കിട്ടാനുള്ള സാധ്യത, ആ സാധ്യത ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. അതാണ് ഇതിന്റെ ഒരു ഡേഞ്ചർ അപ്പോൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദി പ്രൈസ് ഓഫ് ഷെയർസ്. അതുപോലെ തന്നെ ഷെയർസിന്റെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനി വെറുതെ ഒരു കാരണം പറഞ്ഞല്ലോ, കമ്പനിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഇടയാക്കും എന്നല്ല പറയണത്. കാരണം എന്താണ്, നല്ല ലാഭത്തിലുള്ള ഒരു കമ്പനിയാണ് അവർ, ശരിക്കും ലാഭത്തിലുള്ള ഇല്ലാത്തൊരു കമ്പനിക്കും അങ്ങനെ ഒരു കമ്പനിയാണെന്ന് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. വലിയ ലാഭമൊന്നും ഇല്ലെങ്കിൽ പോലും, ചെറിയൊരു ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ബൈബാക്ക് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ സമൂഹത്തിനിടയിൽ ഒരു ഇമേജ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അങ്ങനെ ഇമേജ് ഉണ്ടാകുമ്പോൾ അവരുടെ ഷെയറിന് ആവശ്യക്കാർ കൂടും. അങ്ങനെ ആവശ്യക്കാർ കൂടുമ്പോൾ അവരുടെ ഷെയറിന്റെ വില കൂടും, കമ്പനിയുടെ എന്താണ് പ്രോഫിറ്റ് കൂടുക ചെയ്യുക. അപ്പൊ അതിന് ഇടയാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്ത ലാഭം ഉള്ളതുപോലെ എന്താണ് പ്രതീതി സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ബൈബാക്ക് കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു
ദോഷമായിട്ട് പറയുന്നത്. ഇറ്റ് വീക്കൻസ് പൊസിഷൻ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ഇതിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും, മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് വലിയ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ അതിനകത്ത് ഷെയർ ഹോൾഡിങ്സ് ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 80% ഒരു ഒരു ടീമിന്റെ കയ്യിലാണ്, ബാക്കി 20%. അപ്പൊ ആ 20% ഷെയർ കൈവശം വെക്കുന്ന ആളുകൾക്ക് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ അതിൽ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ പൊസിഷനാണ് അത് ബാധിക്കുക. കാരണം അവരുടെ ഷെയർ ആണ് മിക്കവാറും എന്ത് ചെയ്യുക, ഏറ്റെടുത്ത് പോവുക, ബാക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഡേഞ്ചർ ആസ്പെക്ട് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങളാണ്. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കുക. ഇനി ലീഗൽ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് റിലേറ്റിംഗ് ടു ബൈബാക്ക്. ബൈബാക്കുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ടിൽ പറയുന്ന ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ജനറൽ പ്രൊവിഷൻസ് ഉണ്ട്, സ്പെസിഫിക് പ്രൊവിഷൻസ് ഉണ്ട്. ജനറൽ പ്രൊവിഷൻസ് പറയുന്നത് സോഴ്സ് ഓഫ് ബൈബാക്ക്, ബൈബാക്ക് നടത്തേണ്ടത് ഏതൊക്കെ ഫണ്ടിൽ നിന്നാണ്, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, ബൈബാക്ക് നടത്തുമ്പോൾ പാലിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, പിന്നെ മിസ്ലേനിയസ് പ്രൊവിഷൻസ്, മറ്റ് പ്രൊവിഷൻസ്. ഇങ്ങനെ 3 ജനറൽ പ്രൊവിഷൻസ് ആണ് വരുന്നത്. അതുപോലെ സ്പെസിഫിക് പ്രൊവിഷൻസ് ഉണ്ട്. ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, അൺലിസ്റ്റഡ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയാം. അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാത്ത അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അത്തരം കമ്പനികൾക്കുള്ള നിയമങ്ങളും അതുപോലെ ലിസ്റ്റഡ് കമ്പനീസിന് വരുന്ന നിയമങ്ങൾ, ഇങ്ങനെ 2 രീതിയിലാണ് നിയമങ്ങൾ വരുന്നത്. ജനറൽ പ്രൊവിഷൻസ് എല്ലാവർക്കും ഒരുപോലെ ബാധകമായത്, അതുപോലെ സ്പെസിഫിക് പ്രൊവിഷൻസ് ലിസ്റ്റഡ്, അതായത് ചിലത് മാത്രം, ഇതിൽ പറയുന്ന വ്യക്തികൾക്ക് മാത്രം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് മാത്രം, ലിസ്റ്റഡ് കമ്പനീസിന് മാത്രം ബാധകമായത്, അൺലിസ്റ്റഡ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിന് മാത്രം ബാധകമായത്. അങ്ങനെയാണ് മൊത്തം നിയമത്തിനെ തരംതിരിക്കുന്നത്. അതിൽ ജനറൽ പ്രൊവിഷൻസിൽ ഫസ്റ്റ് സോഴ്സ് ഓഫ് ബൈബാക്ക്, ബൈബാക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് ഏത് ഫണ്ടിൽ നിന്നാണ് ഉപയോഗിച്ചിട്ടാണ് ബൈബാക്ക് നടത്തേണ്ടത്. അതായത് സെക്ഷൻ 68 സബ്സെക്ഷൻ 1 അതിനെക്കുറിച്ച് പറയുന്നത്. നോക്കൂ, എ കമ്പനി ക്യാൻ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർ ഔട്ട് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന ഷെയർ റിസർവുകളിൽ നിന്നും എന്ത് ചെയ്യാം, കമ്പനിക്ക് അവരുടെ തന്നെ ഷെയർ വാങ്ങാം എന്ന് പറയാം. ഇറ്റ്സ് ഓൺ ഷെയർ അല്ലെ, പർച്ചേസ് ചെയ്യുന്നത് അവരുടെ തന്നെ ഷെയർ ആണ്. അപ്പൊ കമ്പനിക്ക് അവരുടെ തന്നെ ഷെയർ താഴെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വാങ്ങാം. ഓക്കെ, അപ്പൊ ഒന്ന് ഫ്രീ റിസർവ്. അതായത് ഫ്രീ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ദാറ്റ് ആർ ഫ്രീ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആസ് ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നൊക്കെ അതിനെ വിളിക്കാം. അതായത് ഡിവിഡൻഡ് കൊടുക്കുവാൻ അവൈലബിൾ ആയിട്ടുള്ള റിസർവിനെ വിളിക്കുന്നവരാണ് ഫ്രീ റിസർവ് എന്ന് പറയുന്നത്. ആ ഫ്രീ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ബൈബാക്ക് നടത്താം. ഫ്രീ റിസർവിൽ എന്തെല്ലാം വരുന്നുണ്ട്? അപ്പോൾ സർപ്ലസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സർപ്ലസ് ബാലൻസ് വരും, ജനറൽ റിസർവിലെ എമൗണ്ട് വരും, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഉണ്ടെങ്കിൽ അത് വരും, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് വരും, എംപ്ലോയീസ് ആക്സിഡന്റ് ഫണ്ട് വരും. ഓക്കെ, ആഫ്റ്റർ ഡിഡക്ടിങ് എക്സിസ്റ്റിംഗ് ലയബിലിറ്റി. അപ്പൊ എന്തെങ്കിലും ലയബിലിറ്റി, നിലവിലുള്ള എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റീസ് മൈനസ് ചെയ്തതിനു ശേഷം ഉള്ള ആ ഫണ്ടിലെ ബാക്കി എമൗണ്ടുകൾ, ഈ ഫണ്ട് എമൗണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് നടത്താം. ഫ്രീ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബൈബാക്ക് നടത്താം. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് നടത്താം. അപ്പൊ ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയകത്ത് സെക്യൂരിറ്റി പ്രീമിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കി ഞാൻ പറയാം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും അതുപോലെ തന്നെ ജനറൽ റിസർവും, ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ ഒരേ സമയത്ത് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ ഏത് പണമാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് ബൈബാക്ക് നടത്താൻ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു പാരഗ്രാഫിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്യൂരിറ്റി പ്രീമിയം റിസർവിലുള്ള പണം നമുക്ക് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, പക്ഷെ ജനറൽ റിസർവിന്റെ ഉള്ള ഫണ്ട് നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത് അതിന്റെ പേര് തന്നെ ജനറൽ എന്നാണ്. അപ്പോൾ ജനറൽ റിസർവ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ സെക്യൂരിറ്റി പ്രീമിയത്തിന് ലിമിറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബൈബാക്ക് നടത്തുവാൻ സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ടത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നുള്ള എമൗണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും കമ്പനിക്ക് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ആണ്. കാരണം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ചെറിയ ചെറിയ ചില ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ജനറൽ റിസർവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഈ ബൈബാക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ചിലപ്പോൾ എമൗണ്ട് എടുക്കാൻ പറ്റാൻ സാധിക്കില്ല. കാരണം എന്താണ്, സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ എല്ലാ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സെക്യൂരിറ്റി പ്രീമിയം ആദ്യം ഉപയോഗിക്കുക, എന്നതിന് ശേഷം എമൗണ്ട് വേണമെങ്കിൽ എന്തെടുത്താൽ മതി, ജനറൽ റിസർവിൽ നിന്നും എടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്. അത് ഒന്ന് നോക്കുക. പിന്നെ എന്താണ്, ഇഫ് ദ ഷെയർസ് ബോട്ട് ബാക്ക്, പിന്നെ എന്താണ് നമ്മൾ ഈ ഇതിൽ പറഞ്ഞതുപോലെ ഇതില് പ്രിഫറൻസ് ഷെയറിന്റെ
കേസ് പറഞ്ഞതുപോലെ തന്നെ ബൈബാക്ക് നടത്തുന്ന സമയത്തും എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, CRR എത്രയാണോ നമ്മൾ ബൈബാക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അത് എന്താണ്, CRR, ക്യാപിറ്റൽ റെഡംഷൻ റിസർവ് എന്നാണ് ആ ഫണ്ടിനെ വിളിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഷെയർസും അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ വിറ്റിട്ട് ലഭിക്കുന്ന ഫണ്ട്, അത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത്, പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ട് പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ നടത്തിയിട്ട് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് നടത്താൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയാണ് ബൈബാക്ക് നടത്താൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞത്. ഒന്ന് ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, പിന്നെന്താണ്, പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്, അതായത് ഫ്രഷ് ഇഷ്യൂ, പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചർ പുതിയ പ്രിഫറൻസ് ഷെയർ ഒക്കെ ഇഷ്യൂ നടത്തിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് നടത്താം. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നുള്ള എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് നടത്താം. ഫ്രീ റിസർവുകളായിട്ടുള്ള സർപ്ലസ്, ജനറൽ റിസർവ്, ഡിവിഡന്റ് ഈക്വലൈസേഷൻ ഫണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, എംപ്ലോയി ആക്സിഡന്റ് ഫണ്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് നടത്താം. ഓക്കെ. അപ്പം ഈ ഫണ്ടുകളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഇനി അടുത്തത് ജനറൽ പ്രൊവിഷൻസിലെ രണ്ടാമത്തത് കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് നടത്തുമ്പോൾ പാലിക്കേണ്ട ചില നിയമപരമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കൂ. എ കമ്പനി ക്യാൻ ബൈബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർ സബ്ജക്ട് ദി ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് അവിടെ തന്നെ ഷെയർ എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങാം. ഓക്കെ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, ബൈബാക്ക് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. കമ്പനി ബൈബാക്ക് നടത്തുന്നുണ്ട് എങ്കിൽ അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സിൽ കമ്പനിയുടെ ഇന്റേണൽ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് എന്ത്, കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ബൈബാക്ക് നടത്തേണ്ട നിയമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് നടത്താം എന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? കമ്പനി ഷുഡ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ് authorizing the buyback. However, if the buyback is up to 10% of total equity capital and free reserve of the company, the board of directors by passing a resolution may authorize the company for such buyback. But only one buyback is allowed in a year under the resolution of board of directors. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, കമ്പനി ബൈബാക്ക് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം, അത് ഈ കാര്യം അറിയിക്കണം. ഒരു പ്രമേയം എന്ന് പറയും. ഈ കാര്യം ജനറൽ മീറ്റിംഗിൽ പറഞ്ഞ് അവിടെ എന്ത് ചെയ്യണം, വോട്ടിനിട്ട് പാസ്സാവണം. ഓക്കെ. പക്ഷേ നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള ഫ്രീ റിസർവ്, അതായത് എന്താണ്, ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്, മൊത്തം ഫ്രീ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ ഫ്രീ റിസർവിന്റെ 10%, ഓക്കെ, 10% വരെ നമുക്ക് ബൈബാക്ക് നടത്തണമെങ്കിൽ നമ്മൾ ആരോട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരുമാനം എടുക്കുക, കമ്പനിയുടെ മാനേജ്മെന്റിന് എന്താണ്, ഇങ്ങനെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ചോദിച്ച് തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. അവർക്ക് നേരിട്ട് തന്നെ എന്ത് ചെയ്യാം, തീരുമാനം എടുക്കുകയും ബൈബാക്ക് നടത്തുകയും ചെയ്യാം. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനിടയിൽ ഒരു 10 ഡയറക്ടർമാർ ഉണ്ടെങ്കിൽ 10 ഡയറക്ടർമാരിൽ ഭൂരിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് ബൈബാക്ക് നടത്താം. എത്ര വരെ? അപ് ടു 10%, 10% വരെ. ഓക്കെ. അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്വന്തം ഇഷ്ടത്തിൽ ബൈബാക്ക് ഒരു കൊല്ലത്തിൽ ഒരു തവണ നടത്താനും പാടുള്ളൂ. അങ്ങനെയും ഉണ്ട്. ഓക്കെ. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സിഡ് 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി. അപ്പൊ എന്താണ്, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫ്രീ റിസർവിനെ കാൾ 25% കൂടുതൽ എമൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. ബട്ട് ഇഫ് ദ ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ബോട്ട് ബാക്ക്, ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സിഡ് 25% ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻ ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇനി ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്, ബോട്ട് ബാക്ക് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പേഡപ്പ് ഇക്വിറ്റി ഉണ്ടാവുമല്ലോ, പേഡപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 25% കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ബോട്ട് ബാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യരുത്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ബൈബാക്ക് നടത്തുന്ന സമയത്ത് ഫ്രീ റിസർവിന്റെ അല്ലെങ്കിൽ പേഡപ്പ് ക്യാപിറ്റലിന്റെ 25% കൂടുതൽ നടത്താൻ പാടുള്ളതല്ല. ഓക്കെ. പിന്നെ അടുത്തത്, ദ ഡെപ്റ്റ് ഇക്വിറ്റി ഇൻക്ലൂഡിംഗ് ഫ്രീ റിസർവ് റേഷ്യോ ഈസ് നോട്ട് മോർ ദാൻ 2:1 ആഫ്റ്റർ ബൈബാക്ക്. ബൈബാക്ക് നടത്തി കഴിഞ്ഞതിന് ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കടം, അതുപോലെ ഓണറുടെ ഫണ്ട്, അതാണ് ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർ. അപ്പോൾ ഓണറുടെയും ഡെപ്റ്റ് 2 രൂപ കടം ഉണ്ടാകുമ്പോൾ ഇക്വിറ്റി 1 രൂപ മതി.
ഓക്കെ, ഓണറുടെ ഫണ്ട് ഒന്ന് മതി. 2 രൂപ എന്താ കടമാകും, 1 രൂപ ഓണറുടെ ഫണ്ടും ആയാൽ മതി. അപ്പോൾ ബൈബാക്ക് നടത്തി കഴിഞ്ഞതിന് ശേഷം ആ റേഷ്യോയിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. 2:1 എന്നുള്ള റേഷ്യോയിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് എന്താണ്, കട 3ആയി ഓണറുടെ ഫണ്ട് ഒന്നാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ 3:1 എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്താണ് 2:2 എന്ന രീതിയിലോ അങ്ങനെ എന്താണ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ബൈബാക്ക് കാരണം കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, ഓൾ ഷെയർസ് ആൻഡ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് കനോട്ട് ബോട്ട് ബാക്ക് ബൈ ദി കമ്പനി. നമ്മൾ ഏത് പറഞ്ഞപ്പോൾ എന്താണ്, ഇഷ്യൂ ബോണസ് ഷെയർസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ ഈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, അവിടെ റിഡംഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന് നമുക്ക് ബൈബാക്ക് നടത്താൻ സാധിക്കില്ല. അപ്പം എന്താണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോട്ട് ബാക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് 5-ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്തത്, ബൈബാക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിംഗ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതായത് നമ്മൾ ബൈബാക്ക് നടത്താൻ തീരുമാനിച്ച് മീറ്റിംഗിൽ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ പാസ്സായി കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ബൈബാക്ക് കംപ്ലീറ്റ് ആവണം. ഓക്കെ, മാക്സിമം അതിൽ ഒരു വർഷമേ സമയമുള്ളൂ. മീറ്റിംഗിൽ എന്താണ്, നമ്മുടെ റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷം ആന ജനറൽ മീറ്റിംഗിലും റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷം മാക്സിമം നമുക്ക് എത്ര കിട്ടുള്ളൂ, 12 month ബൈബാക്ക് നടത്താൻ സമയം കിട്ടുകയുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു പോകണം. ദെൻ അടുത്തത് 7-ാമത്തെ പോയിന്റ് പറഞ്ഞത്, ദ സെക്യൂരിറ്റീസ് ഓഫ് ബോട്ട് ബാക്ക് ഷുഡ് ബി ഫിസിക്കലി ഡിസ്ട്രോയ്ഡ് വിത്തിൻ 7 days ആഫ്റ്റർ ദി ബൈ ബാക്ക്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ തിരിച്ചു വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ എന്ത് ചെയ്യണം, തിരിച്ചു വാങ്ങിയ ഷെയർ നമ്മൾ നശിപ്പിച്ച് കളയണം. ഫിസിക്കലി ഡിസ്ട്രോയ്, ഫിസിക്കലി അതിനെന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയണം 7 ദിവസത്തിനുള്ളിൽ. ഓക്കെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയർ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ അത് പിന്നെ എന്താണ് വീണ്ടും മറ്റാരുടെ കയ്യിൽ കിട്ടിയിട്ട് അതൊരു അവകാശവാദത്തിന് ഇടയാക്കും. ഓക്കെ, ആ ഷെയറിന് പണം എന്താണ് ലഭിക്കാനുണ്ട്, ഈ ഷെയർ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാലോ, ഷെയർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഷെയർ ബൈബാക്ക് നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിനെ ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ, 7 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ദെൻ 8th point, after completion of buyback a company cannot issue same kind of share or security for a period of 6 months. ബൈബാക്ക് നമ്മൾ നടത്തി കഴിഞ്ഞ ശേഷം എന്താണ്, കമ്പനിക്ക് അതേപോലത്തെ ഒരു സെക്യൂരിറ്റി പിന്നെ 6 മാസത്തേക്ക്, കാരണം കമ്പനിയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടല്ലേ കമ്പനി എന്ത് ചെയ്യുന്നത്, ഷെയർ തിരിച്ചു വാങ്ങിയത്. പിന്നെ കമ്പനിക്ക് തിരിച്ചു വാങ്ങിയ അതേപോലത്തെ ഷെയർ വീണ്ടും കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ നടത്താൻ പറ്റില്ല. മിനിമം ഒരു 6 മാസത്തേക്കെങ്കിലും കമ്പനിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 9th പോയിന്റ്, മണി ബോറോഡ് ഫ്രം ദി ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. പണം എന്താണ്, കടമെടുത്തിട്ട് ബാങ്കിൽ നിന്ന് പണം കടമെടുത്തിട്ടോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടമായിട്ട് മേടിച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ കടം എടുത്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ പണം എന്താണ് ബോറോ ചെയ്തുകൊണ്ട്, കടം വാങ്ങിക്കൊണ്ട് എന്താണ് ബൈബാക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ 9 പോയിന്റ്സ് പറയുന്നത്. അപ്പൊ ഈ 9 പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അകത്ത് ചോദിക്കാം. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ജനറൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന രീതിയിൽ ചോദിക്കാം. ജനറൽ പ്രൊവിഷൻസ് പറയുമ്പോൾ നിങ്ങൾ സോഴ്സ് ഓഫ് ബൈബാക്ക് മുതൽ കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് വരെയുള്ള കാര്യങ്ങൾ, പിന്നെ മിസ്ലീനിയസ് കണ്ടീഷൻസും അടക്കം നിങ്ങൾ എഴുതേണ്ടി വരും. നിങ്ങൾക്ക് അത് എവിടെ വരാം, മേ ബി നിങ്ങൾക്ക് അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നല്ലൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ഭാഗം തന്നെയാണ് ഈ ബൈബാക്ക് ഓഫ് ഷെയർസിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർ ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദ ഫോളോയിങ് പോയിന്റ്സ് മേ ബി നോട്ടഡ്. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയാണോ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ഏകദേശം അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ സമയത്തും നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് നോക്കുക. ഒന്ന്, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ബൈബാക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ റിഡംഷൻ നടത്താൻ പറ്റുള്ളൂ. അതേപോലെ ബൈബാക്കിന്റെ കേസിലും എന്താണ്, ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോട്ട് ബാക്ക് അല്ലെങ്കിൽ ബൈബാക്ക്, ബോട്ട് ബാക്ക് എന്ന് പറഞ്ഞാലും ബൈബാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നും തന്നെയാണ് കേട്ടോ, നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പാർട്ട്ലി പെയ്ഡ് ദേ മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. എന്താ, ഫൈനൽ കോൾ മേക്ക് ചെയ്തിട്ട് ഫൈനൽ കോൾ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ആ പാർട്ട്ലി പെയ്ഡ് അപ്പിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ബൈബാക്ക് നടത്താൻ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അതാണ്.
രണ്ടാമത്തെ നോക്കൂ, സഫീഷ്യന്റ് ബാലൻസ് മസ്റ്റ് സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ് ഈ ബൈബാക്ക് ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്. നമ്മൾ ഫ്രീ റിസർവ് എന്നുള്ള പണം ഉപയോഗിച്ചിട്ടാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ നമ്മുടെ എന്താണ് ഫ്രീ റിസർവിൽ ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സഫിഷ്യന്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ് ഇഫ് ബൈബാക്ക് ഇസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി if the shares are bought back out of free reserve or security premium reserve, an amount equal to face value or nominal value of shares bought back must be transferred from free reserve or security premium reserve to capital redemption reserve account CRR account. ഫ്രീ റിസർവിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നോ ആണ് നമ്മൾ ഫണ്ട് എടുത്ത് ബൈബാക്ക് നടത്തുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മൾ ബൈബാക്ക് നടത്തുന്ന ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള ഫണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, 4, ദ പ്രീമിയം ഇഫ് എനി പെയ്ഡ് ഓൺ ബൈബാക്ക് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ ഫ്രീ റിസർവ്. അപ്പോൾ എന്താണ്, ബൈബാക്കിന്റെ സമയത്ത് എന്തെങ്കിലും പ്രീമിയം നൽകുന്നുണ്ടെങ്കിൽ ആ പ്രീമിയത്തിന് ആവശ്യമായ ഫണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഫ്രീ റിസർവിൽ നിന്നോ എടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് പേ ബാക്ക് ഇഫ് എനി മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഡിസ്കൗണ്ടിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ CRR ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. നമ്മൾ ബൈബാക്ക് നടത്തുന്ന ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫണ്ട് ഉണ്ട് CRR. ആ CRR നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, ലാസ്റ്റ് ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. അക്കൗണ്ട് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെബി ഗൈഡ് ലൈൻസ് എന്താന്നുള്ളതാണ്. അപ്പോൾ സെബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെബിയുടെ ഫുൾ എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ എന്താണ്, അവർ കമ്പനീസ് ആക്ട് മാത്രം പോരാ, അവര് എന്ത് ചെയ്യണം, സെബി ഗൈഡ് ലൈൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന സെബിയാണ്. അപ്പോൾ സെബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അവരെന്ത് ചെയ്യണം, നിയമങ്ങളും റെഗുലേഷൻസും അവർ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ സെബി ഈ ബൈബാക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഗൈഡ് ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ആഫ്റ്റർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013, സെബി മെയ്ഡ് സെബി അമെൻമെന്റ് റെഗുലേഷൻ 2013. ഇപ്പൊ കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷം സെബി അതുപോലെ തന്നെ എന്താണ്, സെബിയുടെ നിയമത്തിന് ഒരു അമെൻമെന്റ് റെഗുലേഷൻസ് കൊണ്ടുവന്നു 2013. ഓക്കെ, ദ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഓഫ് ദി ന്യൂ റെഗുലേഷൻസ് ആർ ദി ഫോളോയിങ്. അങ്ങനെ 2013 വന്നിട്ടുള്ള ന്യൂ റെഗുലേഷൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഒന്ന് നോക്കുക, നോ ഓഫർ ഓഫ് ബൈബാക്ക് ഫോർ 15% ഓർ മോർ ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി ഷാൽ മെയ്ഡ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ, അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും എന്താണ്, കമ്പനി ബൈബാക്ക് നടത്താൻ ഓഫർ നൽകുമ്പോൾ അത് 15% കൂടുതലാവാൻ പാടില്ല. അതായത് അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവിന്റെയും കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവിന്റെയും 15% കൂടുതൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൈബാക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഓഫർ നൽകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ് ഗൈഡ് ലൈൻ അതാണ്, 15% കൂടുതൽ ആവരുത്. ക്ലിയർ. ദെൻ 2 നോക്കൂ, എ കമ്പനി ഷാൽ നോട്ട് മേക്ക് എനി ഓഫർ ഓഫ് ബൈബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ റെക്കൺഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ദി പ്രിസീഡിംഗ് ഓഫർ ഓഫ് ബൈബാക്ക് ഇഫ് എനി. അതായത് നമ്മൾ ഒരു ബൈബാക്ക് ഓഫർ നമ്മൾ എന്താണ് അപ്രൂവൽ ഒക്കെ കിട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ബൈബാക്ക് നടത്തണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബൈബാക്ക് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ബൈബാക്കിന്റെ ഓഫർ വരാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓഫർ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബൈബാക്ക് ഓഫർ മെയ്ഡ് ചെയ്ത് എന്താണ് വിത്തിൻ പീരീഡ് ഓഫ് 1 ഇയർ, അതായത് ആദ്യം നൽകിയിട്ടുള്ള ഒരു സമയമുണ്ട്, ഒരു 1 ഇയർ പീരീഡ് ആണ്. ആ 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യരുത്, വീണ്ടും അടുത്തൊരു ബൈബാക്ക് ഓഫറുമായിട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ നൽകാൻ പാടില്ല കമ്പനി. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ദ കമ്പനി ഷാൽ എൻഷുർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി എമൗണ്ട് earmarked for buyback is utilized for buying back shares or other specified securities. അതായത് ബൈബാക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് കമ്പനി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടിന്റെ മിനിമം 50%, അറ്റ്ലീസ്റ്റ് 50% പറഞ്ഞു, മിനിമം 50% എന്ത് ചെയ്യണം, ആ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ബൈബാക്ക് നടത്താൻ, സെക്യൂരിറ്റീസ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷെയർ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട്, എന്തിനാണ് മാറ്റി വെക്കുന്നത്, ബൈബാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈബാക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ 50% എമൗണ്ട് എങ്കിലും ആ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നത്. ഒന്ന്,
എന്താണ് ക്യാപിറ്റലിന്റെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവിന്റെയും 15% മുകളിൽ എന്ത് ചെയ്തു ഓപ്പൺ മാർക്കറ്റിൽ ബൈബാക്ക് ഓഫർ ആയിട്ട് നൽകാൻ പാടില്ല. രണ്ടാമത്തെ പറയുന്നത് എന്താണ്, ഒരു ബൈബാക്ക് ഓഫർ നൽകി ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ബൈബാക്ക് ഓഫർ നൽകാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, കമ്പനി ബൈബാക്ക് നടത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടിന്റെ 50% എങ്കിലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആ പർപ്പസ്, അതായത് ബൈബാക്ക് എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ. ഇനി in addition following other guidelines, മുകളിൽ പറഞ്ഞിട്ടുള്ള ഗൈഡ് പുറമെ നമുക്ക് എന്താണ് കുറച്ച് ഗൈഡ് കൂടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത് നോക്കൂ. ഒന്ന്, the company will make true and full disclosure in the letter of the offer and public announcement. അപ്പൊ എന്താണ്, കമ്പനി എന്ത് ചെയ്യണം, ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ട് നൽകുന്ന ഓഫറുമായി ബന്ധപ്പെട്ട് ലെറ്റർ ഓഫ് ഓഫർ, അതായത് അവര് എന്ത് ഓഫറാണ് വെക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, ഒന്നും ഹൈഡ് ചെയ്യരുത്. ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓഫറും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒരു പബ്ലിക് അനൗൺസ്മെന്റിലൂടെ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഓഫറിലൂടെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, എല്ലാവരെയും അറിയിക്കണം എന്നാണ് ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അറിയിക്കണം. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയിക്കണം. ദെൻ അടുത്തത്, ബോണസ് ഷെയർ വിൽ നോട്ട് ബി അനൗൺസ്ഡ് വെൻ ദ ബൈബാക്ക് ഓഫർ ഈസ് ഓപ്പൺ. ഒരു ബൈബാക്ക് ഓഫർ എന്താണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പിന്നെ ബോണസ് ഷെയർ നൽകുന്ന ഓഫർ, ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകാൻ തീരുമാനിക്കുന്നതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പം ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഷെയർ തിരിച്ചു വാങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബാക്ക് ഓഫർ നിലനിൽക്കുന്ന സമയത്ത് ബോണസ് ഷെയറിന്റെ അനൗൺസ്മെന്റ് നടത്താൻ പാടില്ലതല്ല. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഞാൻ എന്റെ ഷെയർ തിരിച്ചു നൽകാൻ, കമ്പനിക്ക് തിരിച്ചു നൽകാൻ തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ല. അതൊരു വേറെ പോയിന്റ്. അപ്പൊ എന്താണ്, രണ്ടും കൂടി ഒരുമിച്ച് ആവരുത്. ബൈബാക്ക് ഓഫർ നിലനിൽക്കെ എന്ത് ചെയ്യരുത്, ബോണസ് ഷെയർ അനൗൺസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ദെൻ അടുത്ത സി, ഓൾ പേയ്മെന്റ് വിൽ മെയ്ഡ് ഓൺലി ബൈ ക്യാഷ് ഓർ ചെക്ക്. ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പേയ്മെന്റുകളും എങ്ങനെയാണ്, ക്യാഷ് ആയിട്ട് ചെക്ക് ആയിട്ടോ നടത്താവൂ. ഓക്കെ, ക്യാഷ് ഉപയോഗിച്ചിട്ട് ക്യാഷ് മാർഗേനയോ അല്ലെങ്കിൽ ചെക്ക് മുഖേനയോ ആയിരിക്കണം എന്ന് ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളും പേയ്മെന്റുകളും നടത്തേണ്ടത്. ദെൻ ബൈബാക്ക് ഓഫർ വിൽ നോട്ട് ബി വിഡ്രോൺ ആഫ്റ്റർ പബ്ലിക് അനൗൺസ്മെന്റ്. അതായത് പബ്ലിക് അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം നമുക്ക് ബൈബാക്ക് ചെയ്യാനുള്ള തീരുമാനം കമ്പനിക്ക് പിൻവലിക്കാൻ സാധിക്കില്ല എന്നതാണ്. പബ്ലിക് ബൈബാക്ക് നടത്താൻ തീരുമാനിച്ചു, പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈബാക്ക് ഓഫർ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അഡീഷണൽ 4 പോയിന്റ്സ് ക്ലിയർ ആണോ? 4 പോയിന്റ്സ്. ഒന്ന് എന്തൊക്കെയാണ്, ഒന്ന് എന്താണ്, ഒരു ഓഫർ ലെറ്ററിൽ കൃത്യമായിട്ട് എന്ത് പറയണം, പൂർണ്ണമായിട്ടുള്ള ഒരു എന്തുമായി ബന്ധപ്പെട്ടുള്ള ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, കമ്പനി ഒരിക്കൽ എന്താണ് ബൈബാക്ക് ഓഫർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ബൈബാക്ക് ഓഫർ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബോണസ് ഷെയർ നൽകാനുള്ള ഓഫറും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഒരു ബൈബാക്ക് ഓഫർ നിലനിൽക്കുന്ന സമയത്ത് ബോണസ് നൽകാൻ പോകുന്ന കാര്യം അനൗൺസ് ചെയ്യാൻ പാടില്ലതല്ല, അല്ലെങ്കിൽ ബോണസ് നൽകാൻ പാടില്ല. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞ എന്താണ്, ക്യാഷിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ക്യാഷ് ചെക്ക് ഇടപാടുകളാണ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. പിന്നെ ബൈബാക്ക് ഓഫർ ഒരിക്കൽ പബ്ലിക് അനൗൺസ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളാണ് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് സെബി ഗൈഡ് ലൈൻസിൽ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, കാൽക്കുലേഷൻ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഷെയർ ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക്. അപ്പൊ നമുക്ക് എന്താണ്, ബൈബാക്ക് നടത്താൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സെബി ഗൈഡ് ലൈൻസും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനകത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബൈബാക്ക് നടത്തുമ്പോൾ എത്ര ഷെയർ വരെ നമുക്ക് ബൈബാക്ക് നടത്താം, ബോട്ട് ബാക്ക് നടത്താം, ആ നമ്പർ ഓഫ് ഷെയറിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നമ്പർ ഓഫ് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ഒരു 3 ടെസ്റ്റ് നടത്താനുണ്ട്. ഒരു എന്താണ്, റിസോഴ്സ് ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ടെസ്റ്റ്, ഡെപ്റ്റ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയും, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ 3 ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് നമ്മൾ എന്താണ് എത്ര ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങാം, ബൈബാക്ക് നടത്താം എന്ന് തീരുമാനം എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അപ്പൊ നോക്കൂ, the maximum number of shares can bought back will be the lowest of the following 3 ടെസ്റ്റ്. അപ്പൊ താഴെ പറയുന്ന 3 ടെസ്റ്റുകളിൽ ചെറുത് ഏതാണോ അതായിരിക്കും മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നമുക്ക് ബൈബാക്ക് നടത്താൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്
റിസോഴ്സ് ടെസ്റ്റ് നടത്തിയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഒരു എണ്ണം ഉണ്ടാകും. ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ടെസ്റ്റ് നടത്തിയിട്ട് കിട്ടുന്ന ഒരു എണ്ണം ഉണ്ടാകും. അതുപോലെ ഡെപ്റ്റ് റേഷ്യോ ടെസ്റ്റ് നടത്തി കിട്ടുന്ന ഒരു എണ്ണം ഉണ്ടാകും. ഈ മൂന്ന് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് ഏതാണോ അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ബൈബാക്ക് ആയിട്ട് നടത്താൻ പറ്റുക. ഓക്കെ, ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് അതായിരിക്കും നമുക്ക് ബൈബാക്ക് ആയിട്ട് നടത്താൻ പറ്റുക. അപ്പോൾ ഏതൊക്കെയാണോ നോക്കോ. ഒന്ന്, റിസോഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നു. എന്താ റിസോഴ്സ് ടെസ്റ്റ്? ദ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. ചെറിയ റേഞ്ച് ഇഷ്യൂ, നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നത് ബൈബാക്ക് എന്താണ്, ഇതിന്റെ 25%ന്റെ മുകളിൽ വരാൻ പാടില്ലതല്ല. നമ്മുടെ ഫ്രീ റിസർവ് ആയിട്ടുള്ള എമൗണ്ടിന്റെയും അതുപോലെ തന്നെ എന്താണ് അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും 25% കൂടുതൽ ബൈബാക്ക് വരാൻ പാടുള്ളതല്ല. അപ്പൊ റിസോഴ്സ് ടെസ്റ്റ് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് 25% വരെ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസർവിന്റെ 25% നമ്മൾ കണ്ടുപിടിക്കും. അതൊരു എമൗണ്ട്. ഓക്കെ, അതവിടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതവിടെ വെക്കും. ദെൻ അടുത്ത ടെസ്റ്റിലൂടെ നമ്മൾ വേറൊരു എമൗണ്ട് കണ്ടുപിടിക്കും. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റിലൂടെ ദ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ ഷുഡ് നോട്ട് എക്സിഡ് 25% ഇറ്റ്സ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻ ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ എന്താണ് ഇവിടെ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ടെസ്റ്റ് എന്ന് പറയുന്നു. ഈ ടെസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ആ കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസിന്റെ 25%-ൽ കൂടുതൽ. മറ്റേത് അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ് പറഞ്ഞത്. അഗ്രിഗേറ്റ് അതായത് ഫ്രീ റിസർവും പിന്നെ അതുപോലെ തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും കൂടി കൂടിയിട്ടുള്ള എമൗണ്ടിന്റെ 25%. അതാണ് റിസോഴ്സ് ടെസ്റ്റിൽ പറയുന്നതെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ടെസ്റ്റിൽ പറയുന്നത് എന്താണ്, ഫ്രീ റിസർവ് ഇല്ല, ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ, അതായത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ കയ്യിലുള്ള ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 25%-ൽ കൂടുതൽ വരാൻ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ 25% നമ്മൾ കണ്ടെത്തി വെക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ടെസ്റ്റിൽ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് ഫ്രീ റിസർവ് അതിന്റെ 25% കണ്ടെത്തി വെക്കുന്നു. രണ്ടാമത്തെ കേസിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ മുകളിൽ 25% കണ്ടെത്തി വെക്കും. ദെൻ അടുത്ത് ഡെപ്റ്റ് റേഷ്യോ ടെസ്റ്റ്. ദ റേഷ്യോ ഓഫ് അഗ്രിഗേറ്റ് ഓഫ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡെപ്റ്റ് ഓൺഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ ബൈബാക്ക് ഷുഡ് നോട്ട് ബി മോർ ദാൻ ട്വൈസ് the aggregate paid up capital and its free reserve. It means that this ratio should not be more than 2:1 after buyback. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബൈബാക്കിന് ശേഷം നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 എന്നുള്ള റേഷ്യോയിൽ ചേഞ്ച് വരുത്താൻ പാടില്ല. അപ്പോൾ ആ റേഷ്യോയിൽ ചേഞ്ച് വരുത്താത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ബൈബാക്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആ റേഷ്യോയിൽ ചേഞ്ച് വരാത്ത ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തും. 2:1 എന്നുള്ള റേഷ്യോയിൽ ചേഞ്ച് വരാത്ത ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തും. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈബാക്കിന് വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ 3 എമൗണ്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ആ 3 എമൗണ്ടിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതിനാണോ വരുന്നത് അതായിരിക്കും നമ്മൾ അവിടെ എന്താണ് അത്രയും നമ്പർ ഓഫ് ഷെയർ ആയിരിക്കും നമ്മൾ ബൈബാക്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ നോട്ട്. ഫോർ ദി പർപ്പസ് ഓഫ് ഡെപ്റ്റ് റേഷ്യോ ഡെപ്റ്റ് ഇൻക്ലൂഡ്. അപ്പൊ ഡെപ്റ്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെപ്റ്റിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്റ്റ് അതുപോലെ തന്നെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഓണർ ഫണ്ടാണ്. അപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഡെപ്റ്റ് റേഷ്യോ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. ഓൾ ലയബിലിറ്റീസ് വെദർ സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഇൻക്ലൂഡിംഗ് കറന്റ് ലയബിലിറ്റീസ് അടക്കം എല്ലാ ലയബിലിറ്റീസും നമുക്ക് എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ്. കറണ്ട് ലയബിലിറ്റീസ് അടക്കം എല്ലാം നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഉൾക്കൊള്ളിക്കാം. ദെൻ ഹിയർ ദ paid up capital include equity as well as here the paid up capital include ഇക്വിറ്റി ആസ് വെൽ ആസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എടുക്കുന്നുണ്ട്. ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി ചേർന്നതാണ്. അതുപോലെ എന്താണ് ഡിവിഡൻഡ് നൽകുവാൻ അവൈലബിൾ ആയിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫ്രീ റിസർവ് ചേർന്നതാണ് എന്ത് ഈ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ എന്താണ് ഇക്വിറ്റി ഷെയറും ഫ്രീ റിസർവും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഈസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ഫ്രീ റിസർവ് ഫോർ ദി പർപ്പസ് ഓഫ് ഡെപ്റ്റ് റേഷ്യോ. ഡെപ്റ്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓണർ ഫണ്ടും അതായത് ഓണറുടെ ഫണ്ടും ഡെപ്റ്റും രണ്ടും കൂടി തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണേഴ്സ് ഫണ്ടിൽ നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളിക്കുന്നു,
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് എന്താണ് ഫ്രീ റിസർവുകൾ അവൈലബിൾ ആയിട്ട് ഡിവിഡൻഡ് നൽകാൻ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ റിസർവുകൾ പ്ലസ് എന്താണ് സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ അതിനോട് കൂടി ചേർക്കും. എന്നിട്ടാണ് നമ്മൾ ഡെപ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഡെപ്റ്റ് റേഷ്യോ 2:1 നിൽക്കണം. ഓക്കെ, അതായത് ഒരു 2000 രൂപ കടമുണ്ടെങ്കിൽ 1000 രൂപ ഓണറുടെ ഫണ്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ബൈബാക്ക് നടത്തുമ്പോൾ എന്താണ് ഓണറുടെ ഫണ്ട് കുറയാണല്ലോ ചെയ്യുന്നത് ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് അങ്ങനെ ബൈബാക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണറിന് ഫണ്ട് കുറയും. അപ്പൊ ആ കുറഞ്ഞു കഴിഞ്ഞാൽ 2:1 എന്നുള്ള റേഷ്യോയിൽ താഴെ ആവാൻ പാടില്ല. 2:1 തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സ്ഥിതി 2:2 എന്നുള്ള രീതിയാണ് എന്ന് വിചാരിച്ചോളൂ. 1:1 എന്നുള്ള രീതിയാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഓണറുടെ ഫണ്ട് 2000 ആണ്. അതുപോലെ തന്നെ എന്താണ് കടവും 2000 ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 1000 ഷെയർ ബൈബാക്ക് നടത്തിയിട്ട് 2:1 നിലനിർത്താം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഡെപ്റ്റ് ടെസ്റ്റ് റേഷ്യോ നടത്തിയിട്ട് നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ നിലവിൽ എന്ത് റേഷ്യോയിലാണ് നിലനിൽക്കുന്നത് ആ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2:1 എന്നുള്ള റേഷ്യോയിൽ ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്കിന് വേണ്ടിയിട്ട് നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് നിങ്ങൾ ഒരു 5000 ഷെയർ, വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു 5000 ഷെയർ അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ കയ്യിലുണ്ട്. 5000 രൂപ വരെയുള്ള ഷെയർ കമ്പനിയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ കയ്യിലുള്ള ഡെപ്റ്റ് എന്ന് പറയുന്നതും എന്താണ് കടം എന്ന് പറയുന്നതും 5000 ആണ്. അപ്പൊ എന്താണ് അവിടുത്തെ റേഷ്യോ, കടവും ഡെപ്റ്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്, 1:1 ആണ്. അതായത് 5000-ന് 5000 തന്നെ കടമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് നമ്മുടെ സ്വന്തം പണത്തിനേക്കാൾ ഇരട്ടി കടമായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇപ്പൊ 5000-ന് 5000 തന്നെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അത് 2500 ആക്കി മാറ്റാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 2500 രൂപയുടെ ഷെയർ നമുക്ക് തിരിച്ചു വാങ്ങാം, കമ്പനിക്ക് തിരിച്ചു വാങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് കമ്പനിക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കും. ഏത് ഡെപ്റ്റ് ടെസ്റ്റ് റേഷ്യോയിലൂടെ. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ടെസ്റ്റിലൂടെ നമ്മൾ വേറൊരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ടാവും. റിസോഴ്സ് ടെസ്റ്റിലൂടെ വേറൊരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ടാവും. ആ 3 ടെസ്റ്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള എമൗണ്ടിൽ ചെറിയ എമൗണ്ട് ഏതാണോ അതായിരിക്കും നമ്മുടെ എന്താണ് നമ്മൾ മാക്സിമം എത്ര നമുക്ക് ബൈബാക്ക് നടത്താം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ ക്ലിയർ ആവും. ജസ്റ്റ് തിയറി ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. ഇനിയുള്ളതാണ് നമ്മുടെ ജേണൽ എൻട്രീസ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് ഇനി പറയുന്നത്. അപ്പം എൻട്രീസ് നോക്കുക. വലിയ പ്രയാസമുള്ള എൻട്രീസ് ഒന്നല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എൻട്രീസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആസ് ഓൾറെഡി സ്റ്റേറ്റഡ് എ കമ്പനി ക്യാൻ ബൈ ബാക്ക് ഇറ്റ്സ് ഷെയർസ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ സെക്യൂരിറ്റീസ്. അതർ സെക്യൂരിറ്റീസ്. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് നടത്താൻ ആവശ്യമായ ഫണ്ട് അവർക്ക് പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ട് കണ്ടെത്താം. ഓക്കെ, അപ്പൊ പുതിയ ഷെയർ ഇഷ്യൂ നടത്തുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഈ ബൈബാക്ക് നടത്തുന്ന ഷെയർ തന്നെ ആവരുത്. ഇപ്പൊ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുമ്പോൾ സെയിം ഇക്വിറ്റി ഷെയർ തന്നെ പുതിയത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല, കമ്പനിക്ക് അതുകൊണ്ട് ലാഭമില്ല അല്ലെ. കമ്പനി ബൈബാക്ക് നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പനി ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ആണ്. ആ ഒരു ഐറ്റം ഇല്ലാതാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഇക്വിറ്റി ക്യാപിറ്റലുള്ള എമൗണ്ട് കുറയ്ക്കാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ കമ്പനി ഇപ്പൊ നിലവിലുള്ള ഒരു 10 ആളുടെ കയ്യിൽ നിന്നും എന്താണ് ഇക്വിറ്റി ഷെയർ വാങ്ങാൻ വേണ്ടി വേറൊരു 10 ആൾക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഷെയർ കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ ഇപ്പൊ എന്താണ് നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയിട്ടുള്ള ഒരു എമൗണ്ട് പണം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയറിന്റെ ബൈബാക്ക് നടത്താം. ഓക്കെ, സെയിം ഫണ്ട് സോഴ്സ് ഓഫ് അതേ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ it means that if equity shares are to be bought back, then preference share can be issued as a source of buyback. അതിനർത്ഥം എന്താണ് ഇവിടെ പറയുന്നത്, എക്സാമ്പിൾ തന്നെ പറയുന്നത് എന്താണ്, നമ്മൾ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, പ്രിഫറൻസ് ഷെയർ ആയിരിക്കും. സിമിലർലി ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ ബൈബാക്ക് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ബൈബാക്ക് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും, ഇക്വിറ്റി ഷെയർ ആയിരിക്കും. ഓക്കെ, ഫോർ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക് ഇക്വിറ്റി ഷെയർസ് ദ ജേണൽ എൻട്രീസ് ആർ. അപ്പോൾ ഒരു എന്താണ് ബൈബാക്ക് നടത്തുവാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ ജേണൽ എൻട്രീസ് എന്താണ് വരിക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഫ്രഷ് ഇഷ്യൂ എന്താണ് നമ്മൾ റിഡംഷന്റെ കേസിലൊക്കെ നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഉണ്ടായിരുന്നു, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഫ്രഷ് ഇഷ്യൂ അറ്റ് പാറിലാകുന്ന സമയത്തും പ്രീമിയത്തിലാകുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ എൻട്രീസ് തന്നെയാണ് ഇവിടെ വരുന്നത്. എൻട്രീസ് നോക്കുക, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു എന്ന് പറയും. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതാം. ദെൻ പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം.
ഇതിനെ നമുക്ക് വീണ്ടും ഇത്രയൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ഒറ്റ എൻട്രി ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഈ പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കൂ, ഇവിടെ ബാങ്ക് എന്ന് എഴുതി. ദെൻ ഇവിടെ എന്താണ് ഇതിൽ ക്രെഡിറ്റിൽ എന്താ വരുന്നത്? പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് അക്കൗണ്ട്. അടുത്ത എൻട്രിയിൽ അതിനെ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ്. പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഇതൊരു ക്രെഡിറ്റ് ആണ്. ദെൻ ഇതൊരു ഡെബിറ്റ് ആണ്. ഒരു ക്രെഡിറ്റ് വന്നപ്പോൾ എന്തായി? ഈ പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ എന്നുള്ള സാധനം എന്താണ്? അവിടെ ക്ലോസ് ആയി പോവാണ്. അപ്പോൾ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ബാക്കി നിലനിൽക്കുള്ളൂ. കാരണം ഇത് ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ് അല്ല, ഇത് ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റും ഡെബിറ്റും വരുമ്പോൾ ആ ഐറ്റം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ആ ഐറ്റം രണ്ട് എൻട്രിയിലൂടെ ഐറ്റം ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കി നിലനിൽക്കുന്ന എന്ത് മാത്രമാണ്? ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് രണ്ട് എൻട്രി ആക്കി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബെറ്റർ ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പഠിച്ചാൽ മതി. കാരണം നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ആ രീതിയിലുള്ള ജേണൽ എൻട്രീസ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പഠിക്കുക. എന്താണ് ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ. ഇനി ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ എന്ത് വരും? അത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ഈ എൻട്രി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വരും? ഇതാണ് വായിക്കുക. എന്ത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് രണ്ട് എൻട്രി വേണ്ട, ഒറ്റ എൻട്രി ആക്കിയാൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നായിരിക്കും വരിക. ഓക്കെ. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എന്ത് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എഴുതുക. നിങ്ങൾ ഇതിനകത്തുള്ള ഈ രണ്ട് എൻട്രീസ് രണ്ടെണ്ണമാക്കി എഴുതേണ്ട, ഒറ്റ എൻട്രി ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഇനി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. നമ്മൾ എന്താണ് ബൈബാക്ക് നടത്തുവാനായിട്ട് ഡിബഞ്ചർ ആണ് ഇഷ്യൂ നടത്തുന്നതായിരിക്കുക. പ്രിഫറൻസ് ഷെയറിന് പകരം ഡിബഞ്ചർ ആണ് ഇഷ്യൂ നടത്തുന്നതായിരിക്കുക. അപ്പൊ എന്താ എൻട്രി വരിക? ദ സെയിം ബാങ്ക് അക്കൗണ്ട് അറ്റ് ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ പേര് മാറിയെന്നുള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല, ഇതേ എൻട്രി തന്നെ. ഇവിടെ പ്രിഫറൻസ് ഷെയർ എന്ന് ഇതിന് പകരം നമ്മൾ എന്താകണം? ഡിബഞ്ചർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഡൗട്ട് അടിക്കരുത്. എന്താണ് ഇവിടെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ലല്ലോ? എന്താ വ്യത്യാസം വരാത്തത്? കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് വരികയാണ്. ഓക്കെ. ഏത് സെക്യൂരിറ്റി ഇഷ്യൂ നടത്തിയാലും പ്രിഫറൻസ് ഷെയർ ആയാലും കമ്പനിക്ക് ക്യാഷ് വരികയാണ്, ഡിബഞ്ചർ ആയാലും കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്രയാണ് വരിക? പിന്നെ ഇഷ്യൂ നടത്തുന്നത് എന്താണെന്ന് എഴുതിയാൽ മതി. ടു ആയിട്ട് എഴുതിയാൽ മതി. ഇഷ്യൂ നടത്തുന്ന പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ അല്ലെങ്കിൽ ഇഷ്യൂ നടത്തുന്ന ഡിബഞ്ചർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്ന ഡിസ്കൗണ്ടിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്താ എൻട്രി വരിക? ഇത് നമ്മൾ ഡിബഞ്ചറിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ എൻട്രി. ഓക്കെ. ഓർമ്മയില്ലാത്തവർ ഇവിടെ ഒന്നുകൂടി പഠിക്കുക. എന്താണ് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട്, ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. അത് രണ്ടും ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഡിബഞ്ചർ അക്കൗണ്ട് കാരണമാണ്. അതുകൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ. ദെൻ ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിലോ? അപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ നടത്തിയപ്പോഴുള്ള എൻട്രി എന്താണോ അതേ എൻട്രി തന്നെയാണ് വരിക. പക്ഷെ പേരിൽ മാറ്റം വരുത്തുക. എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ടിന് പകരം, സോറി, നേരത്തെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന ഇതിന് പകരം ഇവിടെ എന്താക്കുക? ഡിബഞ്ചർ അക്കൗണ്ട് എന്നാക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരിക. ഇപ്പൊ നമ്മൾ ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ട് പഠിച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് ബൈബാക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ബൈബാക്ക് നടത്തുവാൻ വേണ്ടി ഫ്രഷ് ഇഷ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുക. ഒന്നുകിൽ പ്രിഫറൻസ് ഷെയർ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചർ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന സിറ്റുവേഷൻ വരാം. ആ ഫ്രഷ് ഇഷ്യൂ തന്നെ അറ്റ് പാർ ആകാം, അറ്റ് പ്രീമിയം ആകാം. ഡിബഞ്ചർ ആണെങ്കിൽ അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട് ആകാം. അപ്പം അങ്ങനെയാണ് വരുന്നത്. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. ഇപ്പൊ എൻട്രി തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനടുത്തത് എന്താണ്? നമ്മൾ ഇവിടെ ഓപ്പണിംഗ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. നമ്മൾ ബൈബാക്ക് നടത്തുവാൻ വേണ്ടി നമ്മൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. ബൈബാക്ക് നടത്തുവാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാം? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയാം. നോക്കൂ, ആസ് പെർ റൂൾ 17(8) ഓഫ് ദി കമ്പനീസ്
Rule 2014, a separate bank account is required to be opened for purpose of buyback. This account is opened by the company immediately after the date of closure of the offer. The following journal entries shall be passed. അപ്പോൾ എന്താണ് ബൈബാക്ക് നടത്തുവാൻ കമ്പനീസ് റൂൾ അനുസരിച്ചിട്ട് 2014 കമ്പനീസ് റൂൾ അനുസരിച്ചിട്ട് ബൈബാക്ക് നടത്തുവാൻ വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് നൽകണം. അതുകൊണ്ട് എന്ത് എൻട്രി വരും, നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഷ് അടയ്ക്കണമല്ലോ. അപ്പം കമ്പനീസ് ആകുമ്പോൾ ക്യാഷ് അടയ്ക്കുകയല്ലേ, ക്യാഷ് ബാങ്കിൽ നിന്ന് എടുക്കുക ചെയ്യുക. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. അത്രയേ ഉള്ളൂ മാറ്റം. അപ്പൊ എന്താ എൻട്രി വരിക, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും വരിക. അതായത് എന്താ ഇതിനർത്ഥം, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. അത് എന്ത്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ. ഇതിനടുത്ത എൻട്രി ബൈബാക്ക് ഓഫ് ഷെയർസ്. ഷെയർ ബൈബാക്ക് നടത്തുന്ന സമയത്ത് എന്ത് എൻട്രി വരുന്നതാണ്. ദ ഫോളോയിങ് എൻട്രീസ് ഈസ് പാസ്ഡ് വെൻ ദ പേയ്മെന്റ് ഈസ് ആക്ച്വലി മേഡ് ടു ദി ഷെയർ ഹോൾഡർ ടുവേർഡ്സ് ബൈബാക്ക് ഓഫ് ദെയർ ഷെയർസ്. അപ്പൊ നമ്മൾ എന്താണ്, ബൈബാക്ക് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും, ക്യാഷ് ആർക്ക് പോവും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോവും. അപ്പൊ ഇക്വിറ്റി എൻട്രി വരിക എന്താണ്, നമ്മൾ എന്താ ബൈബാക്ക് വാങ്ങുന്നത്, തിരിച്ചു വാങ്ങുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. അപ്പം ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് അക്കൗണ്ട് എന്ന് വരും, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് ആണ് വരിക. ഓക്കെ, അതിനർത്ഥം എന്താണ്, ദ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡർ ടുവേർഡ്സ് ദി ബൈബാക്ക് ഓഫ് ഷെയർസ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ എന്തായിരുന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് എഴുതിയിരുന്നു. ഓക്കെ, കാരണം അത് ബാങ്കിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നേരിട്ട് ക്യാഷ് പോകുമായിരുന്നു. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസിന്റെ കേസിലും അതുപോലെ എന്താണ് റിഡംഷൻ ഡിബഞ്ചറിന്റെ കേസിലൊക്കെ നമ്മൾ ലാസ്റ്റ് എൻട്രി ആയിട്ട് എഴുതിയിരുന്നത് അതായിരുന്നു. എന്തായിരുന്നു എൻട്രി, അതായത് റിഡംഷന്റെ കേസിൽ റിഡംഷൻ ഡിബഞ്ചർ ആണെങ്കിൽ നമ്മൾ എഴുതിയിരുന്ന എൻട്രി എന്തായിരുന്നു, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക് ആയിരുന്നു. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക് എന്നായിരുന്നു. കാരണം അവിടെ ബാങ്കിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് പോകുന്നത്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന ടേമല്ല യൂസ് ചെയ്യുന്നത്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നൽകുന്നത് അല്ലെ. അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതുന്നതിന് പകരം ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു. അത്രയുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ച അതേ ജേണൽ എൻട്രിയിലാണ് തന്നെയാണ് വരുന്നത്. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് പേരിന് ചെറിയ ചേഞ്ച് വന്നുള്ളൂ. അല്ലാതെ എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ രണ്ടിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിബഞ്ചറിന്റെ കേസിലും ഡിബഞ്ചർ റിഡംഷന്റെ കേസിൽ പഠിച്ച അതേ റിഡംഷൻ പേയ്മെന്റ് എൻട്രി തന്നെയാണ് ഇവിടെ വരുന്നത് എന്നർത്ഥം, ബൈബാക്കിന് എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് അഞ്ചാമത്തെ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. നമ്മൾ തിരിച്ചു വാങ്ങിയ ഷെയർ എന്ത് ചെയ്യണം, നമ്മൾ ബോട്ട് ബാക്ക് ചെയ്തിട്ടുള്ള തിരിച്ചു വാങ്ങിയിട്ട് ഷെയർ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 68(1) ദ ഷെയർസ് കനോട്ട് ബി പർച്ചേസ്ഡ് ബൈ ദി കമ്പനി ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്. കമ്പനിയുടെ തന്നെ ഷെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും ഒക്കെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമുക്ക് അതിന്റെ ഒരു മെച്യൂരിറ്റി ഡേറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു മെച്യൂരിറ്റി ഡേറ്റ് വരെ കീപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. അതായത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനിയുടെ തന്നെ ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു രീതി എന്തിനില്ല, ഇവിടെ ഇല്ല, ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ബൈബാക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് നടത്തിയിട്ടുള്ള ഷെയർ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഇറ്റ് മീൻസ്, നോക്കൂ, ഇറ്റ് മീൻസ് ദ ബൈബാക്ക് ക്യാൻ ബി മെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ക്യാൻസലേഷൻ അറ്റ് ഡിസ്കൗണ്ട് ആൾസോ. The respective journal entries in accordance with the case are as follows. അപ്പോൾ ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നുള്ള ജേണൽ എൻട്രി ആണ് ഇനി താഴെ പറയുന്നത്. ബൈബാക്ക് നടത്തുന്നത് വരെയുള്ള എൻട്രീസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ബൈബാക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഷെയറിന് കമ്പനി ക്യാൻസൽ ചെയ്യണം. ആ ക്യാൻസൽ ചെയ്യാനുള്ള എൻട്രീസ് ആണ് ഇനി പറയുന്നത്. ഇനി അതിനുള്ള എൻട്രീസ് നോക്കുക. ഒന്നാമത്തെ, വെൻ ബൈബാക്ക് ഈസ് അറ്റ് പാർ. നമ്മൾ ബൈബാക്ക് നടത്തുന്നത് പാറിലാണെങ്കിൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്നായിരിക്കും വരിക. ഓക്കെ, ബൈബാക്ക് നടത്തുന്ന പ്രീമിയത്തിലാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. നമ്മൾ എന്താ ഇവിടെ റിഡംഷന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എഴുതിയതിന് പകരം ഇവിടെ എന്ത് എഴുതി, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് എഴുതി. ബാക്കിയൊക്കെ സെയിം ആണ്. അവിടെ നമ്മൾ എന്താണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയതിന് പകരം ഇവിടെ എന്ത് എഴുതി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതി. സാധനം മാറിയതിനനുസരിച്ച് ഉള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ, എൻട്രി ഒക്കെ സെയിം തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് വരും. ദെൻ ബൈബാക്ക് ഡിസ്കൗണ്ടിലാണെങ്കിലോ എന്താ വരിക, ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് വരും. അതായത് നമ്മൾ
ഡിസ്കൗണ്ടിലാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ അതിനർത്ഥം എന്താണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭമാണ് ഉണ്ടാകുന്നത്. അത് ലാഭമായതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്നായിരിക്കും എൻട്രി വരിക. നമ്മൾ ഇവിടെ പഠിച്ചതുപോലെ തന്നെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചറും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ഐറ്റം സെക്യൂരിറ്റിയുടെ പേര് മാറിയത് കൊണ്ട് അതേ ഒരു പേര് മാറ്റം ഇവിടെ സംഭവിച്ചു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസാക്ഷൻ ഒക്കെ അതേ രീതി തന്നെയാണ് എൻട്രീസ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ആറാമത്തെ എൻട്രി എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇത് ബൈബാക്ക് ഒക്കെ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ നമ്മൾ ബൈബാക്ക് നടത്തുന്നത് പ്രോഫിറ്റിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും എമൗണ്ട് ഉപയോഗിച്ചിട്ടാണെന്ന് വിചാരിക്കുക. ബൈബാക്ക് നടത്താനുള്ള ആവശ്യമായ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ചെന്താണ്, ഫ്രഷ് ഇഷ്യൂയിലൂടെ എമൗണ്ട് കണ്ടെത്തിയിട്ട് ബൈബാക്ക് നടത്തുന്നതാണ്. ഇനി നമ്മൾ ബൈബാക്ക് നടത്താൻ വേണ്ടി ഫ്രീ റിസർവിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുള്ള എൻട്രി ആണ് ഏതിൽ നിന്നാണ് എടുക്കുന്നത്, അത് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുന്നെങ്കിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഇനി സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫ്രീ റിസർവുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും എടുക്കുന്നുണ്ടെന്ന് ഇരിക്കുക. അപ്പൊ എന്തായിരിക്കും എൻട്രി? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നായിരിക്കും. ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഈ എൻട്രി ആവശ്യം വരുന്നത് നമ്മൾ ബൈബാക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് ഫ്രീ റിസർവുകളിൽ നിന്നും സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബൈബാക്ക് നടത്തുമ്പോൾ നൽകുന്ന ഫേസ് വാല്യൂവിന് അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ ആണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ്മെന്റ് പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്ക്. ബൈബാക്കിന് സമയത്ത് എന്തെങ്കിലും പ്രീമിയം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു എൻട്രി ചെയ്തല്ലോ. അപ്പൊ അവിടെ പ്രീമിയം നൽകുന്നുണ്ട് എന്നുള്ളതാണ് എൻട്രിയിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ബൈബാക്കിന് സമയത്ത് പ്രീമിയം നൽകുന്നുണ്ട് എങ്കിൽ ആ പ്രീമിയത്തിന് എന്ത് ചെയ്യണം? നമ്മൾ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ അതിനുള്ള എൻട്രി ആണ്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കാം. അതിന് നമ്മൾ ഓൾറെഡി റിഡംഷൻ പ്രീമിയത്തിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ എന്താണ്, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എഴുതി. അതിന് പകരം ഇവിടെ എഴുതണം എന്താണ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇട്ടിട്ട് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് എന്ന് എഴുതണം. ഇവിടെ റിഡംഷൻ അല്ല, ഇവിടെ പേരെന്താണ്, ബൈബാക്ക് ആണ്. അതുകൊണ്ട് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് എന്ന് എഴുതുക. ഓക്കെ, മാറ്റമൊന്നുമില്ല, ക്ലിയർ ആണല്ലോ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ജനറൽ റിസർവ് എടുക്കുന്നതെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് എന്ന് എഴുതുക. ഓക്കെ, അവൻ ഇതും എന്താണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധമുള്ള എൻട്രി അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധമുള്ള എൻട്രി തന്നെയാണ്. ഓഹോ, ഒന്നും രണ്ടും ചാപ്റ്ററുകൾ തമ്മിൽ എന്താണ് പരസ്പരം കണക്ഷൻ ഉണ്ട് ചില ഏരിയകളിലൊക്കെ. അത് നിങ്ങൾ ആ കണക്ഷൻ മനസ്സിലാക്കി ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാതെ പഠിക്കാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ ബൈബാക്ക് എക്സ്പെൻസ്, ബൈബാക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് എൻട്രിയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ എല്ലായ്പ്പോഴും പ്രോബ്ലങ്ങൾ ആ സാധനം ഒന്നും ഉണ്ടാവാറില്ല. ഉണ്ടാവുകയാണെങ്കിൽ എഴുതേണ്ടത് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്താണ്, ആ ബൈബാക്ക് എക്സ്പെൻസിനെ നമ്മൾ എങ്ങോട്ട് മാറ്റും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് ബൈബാക്ക് എക്സ്പെൻസ് എന്ന് വരും. ഇത്രയാണ് മാക്സിമം പോയാൽ ബൈബാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ജേർണൽ എൻട്രീസ്. അപ്പൊ നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് ഈ ജേർണൽ എൻട്രീസ് നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ അങ്ങോട്ട് കാണാതെ പഠിക്കാതെ അത് എന്താണ് അർത്ഥം മനസ്സിലാക്കി ഓരോ എൻട്രീസും വായിച്ച് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതുക. എന്നിട്ട് അത് ഒന്ന് പഠിക്കുക. എന്താണ് ഇനി അഥവാ അതിന്റെ ട്രാൻസാക്ഷൻസും മീനിങ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ഓരോ സിറ്റുവേഷനും കാണാതെ പഠിക്കുക തന്നെ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസത്തേക്ക് ക്ലാസ്സിലേക്ക് വരൂ. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ചാപ്റ്റർ അടുത്ത ദിവസത്തോടു കൂടി വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഈ 2 ദിവസത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ നോക്കിയിട്ടുള്ളത് ബൈബാക്കിന്റെ മൊത്തം തിയറീസ് ആണ്. അതുകൊണ്ട് മൊത്തം തിയറീസും നിങ്ങൾ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് നോട്ട്സ് തയ്യാറാക്കി ജേർണൽ എൻട്രീസും പഠിച്ച് വരിക. ഓക്കെ.